അസ്സലാമു അലൈക്കും. എന്തൊക്കെ മക്കളെ വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അൽഹംദുലില്ലാ സുഖം തന്നെയാണ് കേട്ടോ. ഇന്ന് ഞാൻ നല്ല അടിപൊളി തേങ്ങാച്ചോറും ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊന്ന് നോക്കിയും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യും കേട്ടോ. അങ്ങനെ തേങ്ങാച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിയൊക്കെ എടുത്ത് വെച്ചിരിക്കണം കേട്ടോ ഒരു പാത്രത്തിൽ. പിന്നെ ഇനി തേങ്ങ ചിരകിയെടുക്കണം, ഉള്ളി തൊലിച്ചണം. അപ്പോൾ അതൊക്കെ ചെയ്യാണ്ട് ഇനി ഈ ബീഫൊന്ന് കഴുകിയെടുക്കും വേണം. പിന്നെ ഉള്ളി തൊലിച്ചാണ്ട് അപ്പം ഒരുപാട് ഉള്ളി തൊലിച്ചണമല്ലോ ഇറച്ചിക്കും തേങ്ങാച്ചോറുക്കൊക്കെ. അപ്പോൾ മക്കൾ സഹായിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തേങ്ങയും ചിരകിയെടുത്തിക്കണ്. പിന്നെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്നിങ്ങോട്ട് ചതച്ചെടുക്കുകയാണ്. അതിലേക്ക് കുറച്ച് ചെറിയ ജീരകം, കുറച്ച് വലിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് അതും കൂടി അങ്ങോട്ട് ഒന്ന് കുത്തിച്ചതച്ചെടുക്കണം. പിന്നെ നമ്മൾ ഇറച്ചിയൊക്കെ കഴുകിയിട്ട് കുക്കറിലേക്ക് ഇട്ട് വെക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് ഉള്ളിയൊക്കെ ചതച്ചതും ഇട്ടെടുത്തു. പിന്നെ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ഇട്ടെടുത്തു. പിന്നെ 2 തക്കാളി അരിഞ്ഞിട്ടെടുത്തു. ചെറിയ 2 തക്കാളിയാണ്. പിന്നെ 2-3 പച്ചമുളക് ഒന്ന് കീറിയിട്ടെടുത്തു. പിന്നെ 2 സവാള ഇട്ടുകൊണു. സവാളയും കൂടി അരിഞ്ഞിട്ടിട്ട് പിന്നെ കുക്കർ നമ്മൾ മൂടി അടച്ചു വെക്കുകയാണ്. അപ്പോൾ അത് തേങ്ങാച്ചോറുക്കില്ല ഉള്ളിയാണ് കേട്ടോ. ഒക്കെ തൊലിച്ച് വെച്ചിരുന്നു കേട്ടോ ഇവിടെ മക്കൾ. ഇനി ചെറിയ ഉള്ളി ഒന്ന് മുറിച്ചെടുക്കണം. നമ്മൾ തേങ്ങാച്ചോറുക്കാണ്. അപ്പോൾ ഞാൻ ഒരുപാട് ഉള്ളിയൊന്നും എടുത്തിട്ടില്ല, കുറച്ച് തന്നെ ഉള്ളു എടുത്തിട്ട്. തേങ്ങയാണ് കൂടുതൽ എടുത്തിക്കണം കേട്ടോ. തേങ്ങ പിന്നെ എത്ര ഉണ്ടെങ്കിലും ടേസ്റ്റാണ്. ഉള്ളി കുട്ടികൾക്കൊന്നും വല്ലാതെ ഇഷ്ടമല്ല അധികം ആയിക്കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ തേങ്ങ കൂടുതൽ എടുത്തുക്കണം, ഉള്ളി കുറച്ച് തന്നെ ഉള്ളു എടുത്തിട്ട്. പിന്നെ കുറച്ച് ഉലുവയും കൂടെയാണ് കേട്ടോ. ഉലുവയും ഒരുപാടായാൽ അതിൻ്റെ ഒരു കയ്പ്പ് രുചി വരും. അപ്പോൾ അതും ഞാൻ കൂടുതലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം എടുക്കുകയാണ് പിന്നെ കുക്കറിലേക്ക്. അപ്പോൾ നമ്മൾ അരി എടുത്തതിൻ്റെ അളവിന് 3 പാത്രം വെള്ളം, അങ്ങനെയാണ് കേട്ടോ തേങ്ങാച്ചോറുക്ക് എടുക്കുക. ഒരു ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ എടുത്തിട്ട് പിന്നെ കുക്കറായതുകൊണ്ട് അത്രയ്ക്ക് വെള്ളം വേണ്ട, ഒരു കുറച്ച് വെള്ളം കുറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. ഒരു 2.25 പിന്നെ പാത്രം വെള്ളം മതി. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പിന്നെ ആ വെള്ളത്തിൽ അരി കഴുകി ഇട്ടെടുത്തു. പിന്നെ തേങ്ങയും ഉള്ളിയും ഉലുവയൊക്കെ പിന്നെ അതും കൂടിയാണ് ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കണ്ട് കുക്കറൊക്കെ അടച്ച് വെച്ചു കേട്ടോ. എന്നിട്ട് ചോറൊക്കെ വെന്ത് കുക്കർ ഓഫാക്കി അവിടെ വെച്ചിക്കണ്. കുക്കർ ഓഫാക്കി വെച്ചു. അതേപോലെ ഇറച്ചിൻ്റെ കുക്കറും ഓഫാക്കി വെച്ചു. എന്നിട്ട് നമ്മൾ കേബേജ് ഉപ്പേരി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കേബേജ് ഉപ്പേരി റെഡിയായി. അപ്പോൾ ചോറ് ഞാൻ ഇങ്ങനെ തുറന്ന് നോക്കിയതാണ്. നല്ല അടിപൊളി ചോറാണ് കേട്ടോ. നല്ല പാകത്തെ വേവൊക്കെ അയക്കണ്. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇനി ചെയ്യാനുള്ളത് ഇറച്ചി തൂമിച്ചാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് ചട്ടിയിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ഇട്ടെടുത്തു. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടെടുത്തു. എന്നിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചിട്ട് അതിലേക്ക് പിന്നെ കുറച്ച് ബീഫ് മസാലയും ഗരം മസാലയും കൂടി ഇട്ടെടുക്കുകയാണ് കേട്ടോ. പിന്നെ എന്നിട്ട് നമുക്ക് ഇറച്ചി വെച്ച ഇറച്ചിയൊക്കെ അതിലേക്ക് ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ ഇറച്ചിയും ചോറൊക്കെ റെഡിയായി. പിന്നെ പപ്പടം കൂടി പൊരിച്ചങ്ങാണ്ട് ചോറൊക്കെ തിന്നു. പിന്നെ വൈകുന്നേരം കുറച്ച് പായസം കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ സാവനരി എടുത്ത് ഒന്നിങ്ങോട്ട് കഴുകിയെടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ടുകൊണ്ട് ഒന്നിങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ്. പിന്നെ കുറച്ച് സേമിയനുണ്ട്. ഇത് നമ്മൾ നോമ്പിന് എടുത്തിന്ന് കൊടുന്ന് വെച്ചിരുന്ന ബാക്കി കുറച്ച് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. സേമിയം കുറച്ച് നെയ്യുണ്ടായിരുന്നു, അപ്പോൾ അതിലിട്ടിട്ടൊന്ന് അങ്ങോട്ട് വറുത്തെടുക്കുകയാണ്.
അങ്ങനെ സേമിയനൊക്കെ നല്ലോണം വറുത്തെടുത്തിട്ട് നമ്മൾ സാവുനരിയൊക്കെ നല്ല വേവും ചെയ്തു. എന്നിട്ട് നമ്മൾ സേമിയനൊക്കെ അതിൽ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഒരു 4-5 ഏലക്കായ കുത്തി ചതച്ചിട്ട് അതും കൂടിയും ഇട്ട് കൊടുത്തുക്കണു. സേമിയൊക്കെ ഇട്ടുകൊടുത്ത് നല്ലോണം വെന്തതിന് ശേഷം നമ്മൾ അതിലേക്കൊരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തു. പിന്നെ എന്താ കുറച്ച് പാലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ പാലും കൂടി ഒഴിച്ചിട്ട് അത് നല്ലോണം തിളച്ചിട്ട് എന്താ നമ്മൾ ഓഫാക്കി എടുത്തുകയാണ്, ഗ്യാസൊക്കെ ഓഫാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് ഇടേണ്ടതായിരുന്നു കേട്ടോ. ഇടേണ്ടതാണ്, പക്ഷേ അതിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ, കഴിഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ പോട്ടെ വിചാരിച്ചു. അതിക്ക് കുറച്ച് നെയ്യ് ഉണ്ടായിരുന്നത് അവിടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നാലും സൂപ്പർ പായസമായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ വേറൊരു പാത്രത്തിൽ ഒഴിച്ചിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ പായസമൊക്കെ ലൂസിലാണ് കേട്ടോ ഇഷ്ടം, അത് കുറുകി കൊണ്ട് ഇഷ്ടമല്ല. അപ്പോൾ എനിക്കാണേലും മക്കൾക്കാണേലും ഒക്കെ അങ്ങനെയാണ്, പായസം ലൂസിൽ കുടിക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിക്കണത് കേട്ടോ. നല്ല ഇഷ്ടപ്പെട്ടിരുന്നു കുട്ടികൾക്കൊക്കെ, നല്ല സൂപ്പർ ടേസ്റ്റാണ് എന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇത് ഞാൻ 2-3 ദിവസം മുമ്പത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. പിന്നെ പായസം ഇപ്പോൾ ഒന്നിങ്ങനെ കുറുകി വന്നിക്കണം കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ പായസം കുറുകി വന്നിക്കണം. അപ്പോൾ നമ്മൾ സാവുനരിയൊക്കെ ഇടുമ്പോൾ അങ്ങനെയാണല്ലോ, ചൂടാറുമ്പോൾ ഇങ്ങനെ കുറുകി കണ്ട് വരും കേട്ടോ. അപ്പോൾ നേരത്തേക്കാളും കുറച്ച് കുറുക്കുണ്ട് ഇപ്പോൾ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചോളിയും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ എന്നിട്ട് ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അങ്ങോട്ട് അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.